ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ നേത്രാമണി ഇല്ല, അതിൻ്റെ ഒരു വിഷമാണ് അവളുടെ ഫേസിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഗേൾസ് ട്രിപ്പാണ്, കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവളെ അടുത്തതിന് കൊണ്ടുപോകാമെന്ന് വാക്കൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആൾക്കൊരു വിഷമമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ അനിയത്തി ഉണ്ട്. ഞാനും അനിയത്തി നമ്മൾ ഇവിടുന്ന് ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. കക്കാടംപൊയിലേക്കാണ് പോകുന്നത്. കക്കാടംപൊയിലൊരു റിസോർട്ട് സ്റ്റേ, അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ട്രിപ്പല്ലേ. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. നമ്മളൊരു ഡാൻസ് ടീം, ഞാൻ, ചിന്നു, അഷ്മ, മഞ്ജു, 4 പേരാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 2 പേര് സൽപ്രിയനോട് യാത്രയ്ക്കൊക്കെ പറഞ്ഞിട്ട് പോവാണ്. സൽപ്രിയ ഹാപ്പിയാണ്. നേത്ര ചേച്ചി ഇന്ന് ഇങ്ങോട്ടേക്ക് വരും, ഇന്നിവിടെയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അവൾക്ക് വലിയ പ്രോബ്ലം ഇല്ല. അങ്ങനെ നമ്മൾ അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഊബർ ബൈപ്പാസിലേക്ക് വരും. നമ്മൾ ബൈപ്പാസ് വരെ നടക്കാമെന്ന് വിചാരിച്ചു. ബൈപ്പാസിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ബൈപ്പാസിലെത്തി. ഫസ്റ്റ് നമ്മളാണ് കയറുക. അത് കഴിഞ്ഞിട്ട് ചിന്നുവിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അഷ്മേനെ പിക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആൾ വന്നു. നമ്മൾ സാധനമൊക്കെ വെച്ചു, സെറ്റാക്കുകയാണ്. ഇനി അടുത്തത് ചിന്നുവാണ് കയറാനുള്ളത്. ചിന്നു കുറച്ച് അപ്പുറത്തുനിന്ന് തന്നെ ചിന്നുവും കയറും. ബൈപ്പാസിൽ നിന്ന് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാ ചിന്നുവും കയറിയിട്ടുണ്ട്. അത് വെല്ലിച്ചനാണ്. മക്കളും ഉണ്ട്. പാവം മക്കൾ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമാണ്. പിന്നെ ഫസ്റ്റ് ട്രിപ്പല്ലേ, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മക്കളെ ആരെയും കൂട്ടാതെ നമ്മൾ 4 പേരും മാത്രം പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ 3 പേരും കയറി. ഇനി അഷ്മേനെ പിക്ക് ചെയ്യണം. അഷ്മ കുന്നമംഗലത്തു നിന്നാണ് കയറുന്നത്. അങ്ങനെ കുന്നമംഗലത്തെത്തി അഷ്മത കയറി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഡ്രൈവർ ഊബർ. ആളൊരു നല്ല ബിരുദനാണ് കേട്ടോ. ആളെപ്പറ്റി ഞാൻ പറയാം. നമുക്ക് ട്രിപ്പിലുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനില്ല, നമ്മളത് എൻജോയ് ചെയ്തു. ഒരു പ്രശ്നം അതായിരുന്നു. നമ്മളിവിടെ കക്കാടംപൊയിൽ എത്തിയിട്ടോ. നമ്മൾ റിസോർട്ടിൻ്റെ താഴെ എത്തി. അവിടുന്ന് ജീപ്പ് പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഏരിയയിലേക്ക് ഒരു 5 മിനിറ്റും കൂടെ ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ എത്തിയപ്പോൾ തന്നെ നമ്മൾ 4 ലേഡീസ് ആയതുകൊണ്ട് തന്നെ അയാളൊന്ന് വിളവെടുക്കാൻ ഇറങ്ങിയതാണ്. നമ്മളോട് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടേക്ക് വണ്ടി കയറൂല, റോഡ് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് അയാൾക്ക് എക്സ്ട്രാ പൈസ ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആളോട് പറഞ്ഞു ഞങ്ങളിവിടെ ഇറങ്ങി നടന്നോളാം, ഏട്ടൻ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പറഞ്ഞ ക്യാഷും പോരാ, കൂടുതൽ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞതിലും കുറച്ച് എമൗണ്ട് കൂട്ടിയിട്ടാണ് ആൾക്ക് കൊടുത്തത്. അപ്പോൾ അതും അയാൾക്ക് പോരാ, നിങ്ങൾ പോയി എൻജോയ് ചെയ്തു, എനിക്കിത് മതി എന്നൊക്കെ പറഞ്ഞ് ആളൊരു വല്ലാത്തൊരു വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല, വിട്ടു. ഞങ്ങൾ ഇവിടെ ഇറങ്ങി നടന്നോളാം, ഏട്ടൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടു. അങ്ങനെ പക്ഷെ ആൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. ഊബർ ഡ്രൈവേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് എന്തായാലും അയാൾ ചെയ്തത് എന്തായാലും തീരെ ശരിയായില്ല. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്തു. നമ്മളത് വിചാരിച്ചു നമുക്ക് ചില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റും, റോഡ് കുറച്ച് മോശമാണെങ്കിലും തിരക്കൊന്നുമില്ല, ആരുമില്ല. നമ്മളിങ്ങനെ കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ചിന്നു അതാ റോഡിൽ ബാഗൊക്കെ വെച്ചിട്ട് ട്രൈപോഡ് എടുക്കുകയാണ് അവൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീപ്പ് റിസോർട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡ് റൈഡ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു. നമ്മൾ ഇറങ്ങിയത് എവിടെയാണോ അവിടെ നിന്നോളാൻ പറഞ്ഞു. അവർ അങ്ങോട്ട് വരും എന്നാണ്. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, കഥ പറഞ്ഞ് നടക്കാം എന്നൊക്കെ വിചാരിച്ച് സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു, കുറേ കഥ പറഞ്ഞു. റോഡിലൊക്കെ ഓരോ ചേച്ചിമാർ പായസമൊക്കെ വിൽക്കാൻ കൊണ്ടുവന്നിരുന്നു, അന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ വൈബായി ഫുൾ നടക്കുകയാണ്. അങ്ങനെ നമ്മളെ ജീപ്പുകാരനെത്തി. ആള് പൊളിയാണ്. നല്ല കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഫുൾ ഡ്രൈവ്. പോകുന്ന വഴിയിലുള്ള ഫുൾ കാര്യങ്ങളും മൂപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, മലേൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിലാണ് ഈ റിസോർട്ട്. ഇത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് വേറെ റിസോർട്ടില്ല, ഇതാണ് ഏറ്റവും ടോപ്പിൽ എന്നൊക്കെ പറയുന്നുണ്ട്. മലയൊക്കെ കാണിച്ചു തന്നു, അതിൻ്റെ മുകളിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. നല്ല ടോക്കറ്റീവാണ്. പിന്നെ നമ്മളും ഒത്തിരി മോശമല്ല, കാരണം ജീപ്പിൽ വേറെയും നല്ല കുലുക്കാണ് കേട്ടോ. ജീപ്പ് നല്ലോണം കുലുങ്ങിയിട്ടാണ് പോകുന്നത്. ജീപ്പിൽ വേറെയും ആളുകളുണ്ട്, റിസോർട്ടിലേക്കുള്ള ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരും ഉണ്ട്. നമ്മളതൊന്നും മൈൻഡാക്കിയിട്ടില്ല. നമ്മളും നല്ല കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിലൊക്കെ ഇയാളും കൂടുന്നുണ്ട്. അതാണ് മലയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ആനയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നോട്ടെ, ഒരു വൈബ് ആവട്ടെ എന്നൊക്കെ നമ്മളും പറഞ്ഞു, വന്നോട്ടെ എന്നൊക്കെ ഞങ്ങളും പറഞ്ഞു. അതാ മുന്നിലൊരു ലേഡി അവരുടെ കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ വെള്ളമുണ്ട്. നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ വെള്ളച്ചാട്ടവും വെള്ളവും ഒക്കെ ഇയാൾ സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു റൈഡായിരുന്നു.
നല്ല രസമുണ്ടായിരുന്നു. നല്ല കുലുക്കാണ്. അതൊരു വെള്ളച്ചാട്ടം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കേട്ടോ. പിന്നെ വഴി കരിങ്കല്ലിൻ്റെ മുകളിൽ കൂടിയാണ് ജീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രസമായിരുന്നു. നമ്മൾ പിന്നെ കഥയ്ക്ക് ഒട്ടും കുറവല്ലോ. ചിന്നു നല്ല കഥ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് നമ്മൾ 4 പേരും കൂടിയാൽ പിന്നെ കഥ പറഞ്ഞ് തീരൂല. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അതായത് റിസോർട്ടാണത്. നല്ല തണുപ്പാണ്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴ പെയ്യരുതേ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇനി അങ്ങോട്ടേക്ക് രാത്രി പെയ്തോട്ടെ എന്ന്. കാരണം നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് റീൽസ് ഷൂട്ടാണല്ലോ. അപ്പോൾ കണ്ടോ, നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കാറ്റാണ്, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്ക് കയറിയതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഇവിടെ പറയണം. എന്താണ് ടീക്ക് എന്താണ് വേണ്ടത്, ഡിന്നർ എന്താണ് വേണ്ടത്, ബാക്കി പേയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യം. പേയ്മെൻറ്റ് ഇപ്പം അല്ല, കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാമിലി കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഫുള്ള് കഥ പറച്ചിൽ തന്നെയാണ് നമ്മളിവിടുന്നും. അങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി. നല്ല കാറ്റായിരുന്നു, നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. റോക്ക്വെൽ എന്നാണ് റിസോർട്ടിൻ്റെ പേര്, ഞാൻ പറഞ്ഞില്ലല്ലോ. റോക്ക്വെൽ എന്നാണ് റിസോർട്ടിൻ്റെ നെയിം കേട്ടോ. നല്ല റിസോർട്ടായിരുന്നു, അടിപൊളി, നല്ല ക്ലൈമറ്റായിരുന്നു നമ്മൾ പോയ സമയത്ത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല മഴ വരുന്നുണ്ട്. മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി. വേഗം റൂമിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു ആൾ. റൂം കാണിച്ചു തന്നത്. മഴ പെയ്യുന്നത് എനിക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വേഗം റൂമിലേക്ക് ഓടി കയറി, കാരണം നനയുമല്ലോ. അതാണ് നമ്മുടെ റൂമിലെ വിൻഡോയിലൂടെയുള്ള വ്യൂ ആണിത്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ബെഡിൻ്റെ നേരെ ബാക്കിലായിട്ട് ഒരു കുളവും, വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്താണെന്ന് അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങാനൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല റൂമായിരുന്നു. കെറ്റിലുണ്ട്, വെള്ളം, ടീ, കോഫി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ചെന്ന പാടെ തന്നെ ഞാൻ വിചാരിച്ചു എന്നാലൊരു റൂം ടൂർ അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റൂം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും. പാവം 2 എണ്ണം വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ബാഗ് അവിടെ വെക്കാൻ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചിന്നും അഷ്മിയും. അങ്ങനെ ഇതാണ് റൂമിൻ്റെ വ്യൂ. അതാണ് കുളം എന്ന് ഞാൻ പറഞ്ഞത്. നല്ല വ്യൂ ആണ്. അങ്ങോട്ടേക്കൊന്നും പിന്നെ പോവാൻ കഴിയില്ല, ഞങ്ങൾ റിസ്ക് എടുത്തിട്ടില്ല. ഇനി വല്ല പുലിയോ ആനയോ ഇറങ്ങി വന്നിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആ കാട്ടിലേക്കൊന്നും പോകാനൊന്നും ട്രൈ ചെയ്തില്ല. ഇതാണ് ബാത്റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു. അതും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് എവിടെ പോയാലും ബാത്റൂം വൃത്തിയല്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ആദ്യം ഞാൻ കയറി വെക്കുക ബാത്റൂമാണ്. അപ്പോൾ ഇത് നല്ല നീറ്റാണ്, അതുകൊണ്ട് നോ പ്രോബ്ലം. അപ്പോൾ പിന്നെ മഴ പെയ്താലോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒരുപാട് റീൽസ് ഷൂട്ട് ചെയ്യാനുള്ളതാണല്ലോ. അതാണ് നമ്മളെ മെയിൻ ഏരിയ. വ്യൂസൊക്കെ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ് ആ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി വെച്ച സ്ഥലം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം, നമ്മൾ തീരെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ചെന്ന് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ലഞ്ച് നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല. ഒരു 12:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷേ ഈ ഊബറുകാരൻ്റെ പ്രോബ്ലം കൊണ്ട് അയാൾക്ക് വഴിയും അറിയില്ല. അയാൾ നാട്ടുകാരോട് മുഴുവൻ വഴി ചോദിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ സ്നാക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വിശക്കുമെന്ന് അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്കൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഷ്മയുടെ വകയാണത്, കടലമുട്ട. അത് നമ്മൾ റോഡിൽ നിന്നേ കഴിച്ചിട്ടാട്ടോ വരുന്നത്. നമ്മൾ ആ നടക്കുന്ന സമയത്ത് തന്നെ കടലമുട്ടയും കഴിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്കൊക്കെ കഴിച്ചു. ഒരു 5 മിനിറ്റൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വന്ന പാടെ ഉടനല്ലോ വിചാരിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് കഴിച്ച്, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് റീൽസിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല അവിടെ. ഇപ്പോഴാണ് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യുന്നതും. കുറേ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടു, അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ അവിടേക്ക് എത്തി. അവിടെ ഫോട്ടോഷൂട്ടിലാണ് അവർ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും നമ്മൾ 4 പേരും തന്നെയേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ നമ്മൾ 4 പേരുള്ള ഫോട്ടോ ഒക്കെ ഡ്രൈവർ എടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രൈവർ ആൾ നല്ല കമ്പനിയായിരുന്നു. പിന്നെ റീൽസൊന്നും അവരെ കൊണ്ടൊന്നും എടുപ്പിക്കാൻ കഴിയില്ലല്ലോ. ഫോട്ടോ നമ്മൾ 4 പേരുള്ളതൊക്കെ നമ്മൾ അവരെ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. ഇതെന്ന് പറയുന്നത് പിന്നെ അതൊരു റൂമാണ്. ഇത് നമ്മൾ താമസിക്കുന്നത് ഇതിലാണ്.
പിന്നെ മുകളിലോട്ടുണ്ട് ഡോർമെട്രി ഒക്കെ ആണെന്ന് തോന്നുന്നു അവിടേക്ക്. പിന്നെ ഈ താഴോട്ടേക്ക് ഇവിടെയും ഉണ്ട് 2 പ്രൈവറ്റ് പൂൾ വില്ലാസും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്കും ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പിന്നെ പോയിട്ടില്ല. ഇവിടെയൊക്കെ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇതാണ് നമ്മുടെ ഏരിയ, റീൽസ് എടുക്കുന്ന സ്ഥലവും ഫുൾ ഏരിയ ഇതാണ്. പിന്നെ അവിടുന്ന് ആ വ്യൂ ഏരിയേൻ്റെ താഴോട്ടുള്ള ഭാഗമാണിത്. അതൊരു പ്രൈവറ്റ് പൂൾ വില്ലയാണ്, അവിടെയും ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെ വേറെ ഫാമിലീസ് അപ്പോഴേക്കും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് റീൽസ് എടുക്കാനുള്ള ഒരു സാഹചര്യം അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾ കുറേ ആദ്യം ഒന്ന് തിരിഞ്ഞ് കളിച്ചു. അങ്ങനെ അവിടെ ഫുള്ള് ഫാമിലീസ് ആയപ്പം അവർ ആ ഹാർട്ട് ഷേപ്പിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക ഫാമിലീസൊക്കെ. നല്ല കോടയാണ് കേട്ടോ, ആ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മൾ പതുക്കെ പൂൾ ഏരിയയിലേക്ക് മുകളിലോട്ടേക്ക് നടന്ന് അവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ലൊരു വ്യൂ കിട്ടുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് വ്യൂ കിട്ടുന്നില്ല നമ്മൾ ആ റീലിന്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ആളൊഴിഞ്ഞ സമയത്ത് വേഗം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് റീൽ ഷൂട്ട് ചെയ്തു. ഞാൻ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്, അത് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ചായ കുടിക്കാൻ പോവാണ്. നമ്മളാന്ന് തോന്നുന്നു അവിടെ തീരെ പറഞ്ഞ അനുസരണ ഇല്ലാത്ത ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ ടീ ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അവരൊരു 3-4 തവണ കോൾ ചെയ്ത് വിളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. നമ്മളിതാ ഇപ്പോൾ വരും, ഇപ്പോൾ എത്തി എന്ന് പറഞ്ഞിട്ട് പോവുക. കാരണം നമ്മൾ ഓൾവേസ് ബിസിയാണ്. ഞങ്ങൾ ഫുൾ റീൽസ് ഷൂട്ടിലാണല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. റൂമിൽ പോയി നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്ത് ഇരുന്നിട്ടില്ല, ഒരു 5 മിനിറ്റൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞാലും അപ്പം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഓരോരോ റീൽസ് ഷൂട്ടാണ്. റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ് കേട്ടോ, നല്ല സെറ്റപ്പാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് സാധനങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട് ഏരിയയിൽ. പിന്നെ എല്ലാവരും ചായ കുടിച്ച് പോയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മളാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഉള്ളിവടയാണ്. ഈ ഉള്ളിവട എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ പോലത്തെ ഉള്ളിവടയല്ല, അവിടെ ഇങ്ങനെ സിംഗിൾ ചെറുത് ഉള്ളിവടയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. അങ്ങനെ ചായയും വന്നു, ഉള്ളിവടയും വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞു. കുറച്ച് നേരം ഫോണൊക്കെ ഒന്ന് നോക്കി. നമ്മൾ റേഞ്ച് ഇല്ലായിരുന്നു, അപ്പോൾ ഓരോരുത്തർ വിളിച്ചതും മെസ്സേജ് അയച്ചതും. അപ്പോൾ നേത്രമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ. പിന്നെ ഇപ്പോൾ അവൾ ഡാൻസ് ക്ലാസ്സിലാണ്, അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണിത്, അതുകൊണ്ടാണ് ഇപ്പോൾ അവളെ വിളിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് അവളെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ ചായ കുടിച്ച് നമ്മൾ റൂമിലെത്തി. റൂമിൽ നമ്മൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം മാറ്റി റീലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഈ ഒരു ഷർട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒരുപാടായി, പക്ഷെ നമുക്കത് ഒരുമിച്ച് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് പുറത്ത് നല്ല ഹെവി റെയിനാണ്. പിന്നെ പുറത്തേക്ക് പോകുന്ന നടക്കൂല, കാരണം നല്ല ഇരുടുമായിപ്പോയി. പിന്നെ നമുക്കിനി അകത്തുനിന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ അകത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് റിയലിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും ഒക്കെയാണ്. നമുക്ക് ഒരാൾ എടുത്തു തരാനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് വെച്ചെടുക്കുന്നത് കൊണ്ട് ഒരാൾ ഫ്രെയിമിൽ നിന്ന് ഔട്ടായി പോവുക, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റീൽ എടുക്കാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വന്നു. അപ്പോൾ നമ്മളങ്ങനെ എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ഒന്ന് നമ്മളെടുത്തു. അപ്പോഴേക്ക് നമ്മളെ ഡിന്നറിന് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 തവണ അവർ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ സമയം 10 മണി ആവാനായി. അപ്പോൾ നമ്മൾ വേഗം പോയി. പുറത്ത് ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടേക്കൊന്നും ആരുമില്ല, എല്ലാവരും റൂമിൽ കയറി എല്ലാവരും കഴിച്ചു പോയി. നമ്മളാന്ന് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആണ്. ചെറിയ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് ഈ സമയത്ത് മഴയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് എടുത്താലോ എന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, പെട്ടെന്ന് മഴ പെയ്താൽ നനയുമല്ലോ, ഓടിയെത്തണ്ട റൂമിലേക്ക്. അങ്ങനെ പിന്നെ നമ്മൾ ഒക്കെ ഇനി അകത്തുനിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നപ്പോൾ തന്നെ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചില്ലി ചിക്കനായിരുന്നു. അത് മതിയെന്ന് വിചാരിച്ചു, കാരണം നമുക്ക് ഹെവി ആയിട്ടൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളിപ്പോൾ 4 പേരും, ഞങ്ങളുടെ കൂട്ടത്തിൽ 4 പേരും അങ്ങനെ ഒരുപാട് കഴിക്കുന്നവരൊന്നുമില്ല. പൊറോട്ട പക്ഷേ ഒരു സുഖം ഉണ്ടായില്ല, ഒരു എന്താ പറയുക, പാക്കറ്റ് പൊറോട്ടയാണെന്ന് തോന്നി ഞങ്ങൾക്ക്. പിന്നെ കറി കുഴപ്പമില്ല, കുറച്ചും കൂടി എരിവൊക്കെ ആവായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ആ മലേൻ്റെ മുകളിലേക്ക് അവർ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് അടുത്ത റീലിൻ്റെ പ്രാക്ടീസും ഷൂട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴേക്ക് ടൈം ഏകദേശം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം പിന്നെ നമ്മൾ ഇന്ന് ഉറങ്ങൽ ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ റീൽസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണം, കുറേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എടുക്കാനുള്ള ടൈമാണ് നമുക്ക് ഇല്ലാണ്ടിരുന്നത്. അതിനിടയ്ക്ക് നേത്രമോള് സൽപ്രിയൊക്കെ വീഡിയോ കോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. പൊന്നൂട്ടൻ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വിളിച്ചു.
അങ്ങനെ ഇത് റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാണ്. നമ്മൾ ആ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ് ചിന്നു കാറിൽ മറന്നു വെച്ച് പോയത് നമ്മൾ ഊബറിൽ. അതെന്തായാലും അവർ സേഫാക്കി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടാവുകൊണ്ട് പ്രോബ്ലം ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത റീലിൻ്റെ ഷൂട്ടിലാണ്. അത് ഒരുപാട് ടൈം എടുത്തു നമ്മളിങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വെളിച്ചം കുറവാണ്, പിന്നെ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നെ റൂമിലാണെങ്കിൽ ഒരുപാട് സ്ഥലമില്ലല്ലോ. അവസാനം നമ്മൾ കട്ടിലിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഒരു രസമല്ലേ വിചാരിച്ചു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അതും എടുത്തു. പിന്നെ നെക്സ്റ്റ് ഒരു ഫൺ റീലാണ്. ഫൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തമാശ രീതിയിൽ എടുത്തതാണിത്. ഒരു റീല് ഈ ഒരു കോസ്റ്റ്യൂമിലെടുത്തു. കോസ്റ്റ്യൂം നമ്മൾ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് റീൽസ് പ്ലാൻ ചെയ്തതുകൊണ്ട് ഒരു ബാഗിന് തികയുന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു റീലും എടുത്ത് അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇനി അടുത്തതൊരു കോമഡി റീൽ, ഡയലോഗ് റീൽ എടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്ലാനിങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി അത് നമ്മൾ കിടക്കുന്ന ഡ്രസ്സിൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് നമ്മൾ കണ്ടു വെച്ചിട്ട് നമ്മളങ്ങനെ ആ ഒരു റീല്, ഒരു കോമഡി ഡയലോഗ് റീലും നമ്മൾ കുറേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു റീലും എടുത്തു. ആ റീലാണ് ഇപ്പം കാണുന്നത് കേട്ടോ. അപ്പോഴേക്ക് ടൈം ഏകദേശം ഒരു 2 മണി ഒക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ റീൽ എടുത്ത് കഴിയുമ്പോഴും 2 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മളിനി കിടക്കാമെന്ന് വിചാരിച്ചു. കിടന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, കാറ്റും മഴയാണ്. നമ്മുടെ റൂമിൻ്റെ നേരെ മുകളിലായിട്ട് വലിയ മലയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പേടിയുണ്ട്. പിന്നെ നമ്മൾ കുറേ കഥ പറഞ്ഞ് കിടന്നു. പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫുൾ കഥ പറച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയെല്ലാം നാളത്തേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ബാക്കി തുടരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും എല്ലാവരും കാണണം. അപ്പം ഓക്കെ, ടാറ്റാ, ബായ്.